നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്നപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സലിവ് തോന്നിയിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയം നുറുങ്ങുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളില്ലാതെ ഈ വ്യക്തി സന്തോഷത്തിലാണോ? ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളില്ലെങ്കിലും ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാനാകുമോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പടി ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ കഷ്ടകാലം തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും അംഗീകരിക്കുവാനോ സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റാത്ത തരത്തിലാണ് ജീവിതം വഴിമുട്ടിപ്പോയിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരുപാട് ധാരണകൾ ഉണ്ടായിരുന്നു. എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ വലിയ സംഭവമാണ്, എനിക്ക് ആരുടെയും ആവശ്യമില്ല, ഞാൻ വളരെ ഹാപ്പിയായി തന്നെ മുന്നോട്ട് പോകും എന്നിങ്ങനെയുള്ള ഒരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എവിടേക്കോ പാളിച്ചകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് പാളിപ്പോയത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ്. നിങ്ങളെ മറികടക്കാൻ സാധിക്കുമെന്ന് ഈ വ്യക്തി വിശ്വസിച്ചു. നിങ്ങളില്ലെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഈ വ്യക്തി മനസ്സിൽ കരുതി. സ്വന്തമായി തന്നെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. മറ്റുള്ളവരെ കൂട്ടുപിടിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തോടു കൂടി നിങ്ങളെ താഴ്ത്തിക്കെട്ടി, നിങ്ങളെ അപമാനിച്ചു, മാറ്റി നിർത്തി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തി യാതൊരു കാരണവശാലും ഈ വ്യക്തിയുടെ മനസ്സ് അലിഞ്ഞിരുന്നില്ല, മനസ്സലിവ് വന്നിരുന്നില്ല. നിങ്ങളോടാണെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർക്കുവാനോ നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മകളെ കുറിച്ചിട്ട് ഓർക്കുവാനോ ഈ വ്യക്തി താല്പര്യം കാണിച്ചില്ല. മറ്റാരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതിനെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങളാണോ മറ്റുള്ളവർ ഉന്നയിച്ചത്, ആ ഒരു ആരോപണങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടും അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലേക്ക് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ തരം താഴ്ത്തുകയാണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് തന്നെയാണ്. പക്ഷേ ഇത് കുറെ കാലം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി. ഒരുപക്ഷെ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഒരുപക്ഷെ വർഷങ്ങളോ ആയിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പ്രണയബന്ധത്തിൽ വേണ്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമായിരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ പിടിച്ചു വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുകയോ അല്ല. സത്യത്തിൽ മറ്റുള്ള സാഹചര്യങ്ങളും വ്യക്തികളും തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാതെ ഇരിക്കുന്നത്. ഈ വ്യക്തിയുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവര് ഈ പ്രണയബന്ധത്തിൽ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, സൃഷ്ടിക്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ ആണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടുകാരോ കൂട്ടുകാരോ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും ദൂരേക്ക് മാറ്റി നിർത്തുന്നത്. ഇവിടെ ഇപ്പോൾ മൂർച്ചേറിയ വാളുകളാണ് പിന്നിൽ നിന്നും കുത്തുന്ന ഒരു സാഹചര്യമായി കാണപ്പെടുന്നത്. അപ്പോൾ മൂർച്ചേറിയ വാളുകൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതൊരു ശത്രുക്കളെയും എതിരഭിപ്രായമുള്ള വ്യക്തികളെയും ഈ പ്രണയബന്ധത്തെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തതുമായിട്ടുള്ള ആൾക്കാരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ അത്രയും പോസിറ്റീവായിട്ടുള്ള ഊർജം നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രപഞ്ചശക്തി പലതരത്തിലുള്ള തിരിച്ചറിവുകൾ ഈ പ്രണയബന്ധത്തിലൂടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും തന്നിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടോ എവിടേക്കോ നിങ്ങൾക്കിത് നന്നായി കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് സത്യസന്ധമായ വ്യക്തികളെയും സത്യസന്ധമായ സ്നേഹത്തെയും തേടിയുള്ള യാത്രയാണ്. അല്ലെങ്കിൽ നല്ല സ്നേഹം എവിടെയായിരിക്കും കിട്ടുന്നത്, നല്ലൊരു വ്യക്തിയെ എവിടെയായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചും ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും ഇവിടെ ഒരു പശ്ചാത്താപമുണ്ട്. ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് പശ്ചാത്താപമുണ്ട്. പക്ഷെ ഇത്രയും കാലം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കലാലയ ജീവിതത്തിലോ കലാലയപരമായിട്ടുള്ള കഴിവുകളിലോ ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ.
അതുകൊണ്ട് ആ വഴിയിലൂടെയൊക്കെയും ഈ വ്യക്തി പരിശ്രമിക്കുന്നുണ്ട് മനസ്സിന് സമാധാനം വരുവാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ഈ വ്യക്തിക്ക് ഒരു സംതൃപ്തിയില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ വ്യക്തി അമിതമായി തന്നെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ആത്മാവിലേക്ക് ലയിച്ചു ചേരുവാൻ വേണ്ടി ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ഒരു സന്തുലിതാവസ്ഥ, അതായത് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെയും വിട്ടുകളയാനാകില്ല, എന്നാൽ നിങ്ങളെയും വേണ്ടാതെ വെക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല. സാധിക്കുമെന്നാണ് ഈ പേഴ്സന്റെ അഹങ്കാരപൂർണമായ മനസ്സോടുകൂടി ഈ വ്യക്തി വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനൊരിക്കലും സാധിക്കില്ല എന്നുള്ള സത്യത്തിലേക്ക് ഈ വ്യക്തി തിരിച്ചു വരികയാണ്. ഈ വ്യക്തിക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുവാനോ മാന്യമായ കാര്യങ്ങൾ നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുക്കുവാനോ ആരുമില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതും ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പോരായ്മകൾ തന്നെയാണ്. ഈ വ്യക്തി എന്ത് കാര്യത്തെയും ആശ്രയിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർ തന്നെയാണ് ഈ ബന്ധത്തിൽ തേർഡ് പാർട്ടിയായി ഉടലെടുത്തിട്ടുള്ളത്. പക്ഷെ അവരാണെങ്കിലോ ഈ വ്യക്തിയെ വിഷമിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ടുള്ള കൂടുതൽ കുറ്റക്കാരനിലേക്കോ കുറ്റക്കാരിയിലേക്കോ ആക്കി മാറ്റുന്ന രീതിയിലേക്ക് ഈ വ്യക്തിയെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി വരുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ മഹത്വം നഷ്ടപ്പെടും എന്നുള്ള സത്യം ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളെ കേവലം സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആയിട്ട് മാത്രമാണ് ഈ വ്യക്തി കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ സ്നേഹത്തിന് ഒരു മഹത്വമുണ്ടെന്നോ, നിങ്ങളുടെ കണ്ണുനീരിന് പ്രാധാന്യമുണ്ടെന്നോ, നിങ്ങളുടെ സ്വഭാവത്തിന് സത്യസന്ധതയുണ്ടെന്നോ ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. മറ്റുള്ളവരുടെ അഭിപ്രായവും അവർ പറയുന്ന രീതികളുമായിട്ടാണ് ഈ വ്യക്തി എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരുപാട് വ്യക്തികളുടെ അഭിപ്രായങ്ങൾ വന്നു ചേരുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു പ്രണയബന്ധത്തിൽ സ്നേഹിക്കുന്ന ആളും സ്നേഹിക്കപ്പെടുന്ന ആളും, അതായത് രണ്ടു പേര് മാത്രമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ മാത്രം ഇതിൽ ആവശ്യമുള്ളൂ. അനാവശ്യമായിട്ട് ഒരുപാട് വ്യക്തികളുടെ സാന്നിധ്യം ഈ പ്രണയബന്ധത്തിൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇവിടെ ഈ വ്യക്തി ആ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ പ്രൈവസി വേണമെന്നും സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും സമയവും കൊടുക്കണമെന്നും, ഇല്ലെങ്കിൽ താൻ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുമെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ച് നിങ്ങളോട് സമാധാനവും സന്തോഷത്തോടെയും സംസാരിക്കുവാൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായി കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കണമെന്നും വളരെയധികം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്നും, തനിക്ക് അബദ്ധം പറ്റിപ്പോയിട്ടുള്ള കാര്യങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യണമെന്നുമാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആത്മാവിന്റെ ഇല്ലായ്മ അല്ലെങ്കിൽ ആത്മാവ് വളരെയധികം വിഷമിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അസാന്നിധ്യം കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ ഈ വ്യക്തി സന്തോഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് സാധിക്കുന്നില്ല, മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇതൊരു മോശ സമയമായിരിക്കാം, കാലചക്രം പ്രതികൂലമായിരിക്കാം, അല്ലെങ്കിൽ സമയം ചീത്തയായതുകൊണ്ടായിരിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് സ്വന്തമായി തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ നല്ലൊരു കാലത്തിലേക്ക് വേണ്ടി ഈ പേഴ്സൺ കാത്തിരിക്കുകയാണ്. നല്ലൊരു കാലം എത്തുമെന്നും നല്ലൊരു കാലചക്രം വരുമെന്നും, അപ്പോൾ ഈ പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം ആകുമെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു. അത് മാത്രമല്ല ഈ വ്യക്തി സങ്കടത്തെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും, സന്തോഷകരമായിട്ടുള്ള പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്തിട്ടും ഈ വ്യക്തി ആ വിഷമങ്ങളെല്ലാം മറികടക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. മറികടന്നാൽ മാത്രമേ ഇനി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ വ്യക്തി ചിന്തിക്കുന്നു. ഒരുപക്ഷെ വിഷമിച്ച് അങ്ങേയറ്റം പോയിട്ടുണ്ട്. അത് മനസ്സിനെയും ശരീരത്തെയും നന്നായി തന്നെ തളർത്തിയിട്ടുമുണ്ട്. ഇനി വീണ്ടും ആ ഒരു നെഗറ്റീവ് സാഹചര്യത്തിലേക്ക് വഴിമാറി പോകുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. സത്യം ഏതാണോ മിഥ്യ ഏതാണോ അത് നേരിട്ട് കണ്ട് ഉറപ്പാക്കുക, വ്യക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.